ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരം സംഘടിപ്പിച്ചു. തഴവ പാവുമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത്. തഴവ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. തഴവ പാവുമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് തഴവ പഞ്ചായത്ത് ഓഫീസ് പടിക്കലേക്ക് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരം നടത്തിയത്. ആശാവർക്കർമാർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് കത്തിച്ചും പ്രതിഷേധിച്ചു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ KP രാജൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ ജോലി അന്ന് 3 മണിക്കൂറായിരുന്നു. ഇപ്പോൾ അവർക്ക് 18 മണിക്കൂർ ജോലിയാണ്. കാര്യമായ വേതന വർദ്ധന ഇതുവരെ ഉണ്ടായിരുന്നു. ഭാഗ്യവശാൽ തഴവ പഞ്ചായത്തിലെ ആശാവർക്കർമാർക്കൊരു ഭാഗ്യമുണ്ട്. 90% ഇടതുപക്ഷക്കാരും അവർ ഈ സമരങ്ങളോട് പൂർണ്ണമായിട്ട് മുഖത്തിരിക്കുക. നമ്മുടെ വെയിലത്തോട് കിടന്ന് കഷ്ടപ്പെടുന്ന ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്യുമ്പോൾ തഴവായിലെ സഹാക്കളായ ആശാവർക്കർമാർ വീട്ടിൽ നിന്ന് സൂചിക്കുകയാണ്. ഒരു സംഘടനാ മര്യാദ അനുസരിച്ച് KPCയുടെ നിർദ്ദേശം അനുസരിച്ചാണ് നമുക്ക് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സഹോദരങ്ങൾ സഹപ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നത്. നിശ്ചയമായിട്ട് ഈ സമരം വിജയിക്കണം. ഈ സമരത്തെ അടിച്ചമർത്തുവാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല. തഴവ മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു അധ്യക്ഷത വഹിച്ചു. ഒരു മാസം 21,000 രൂപ അവർക്ക് ശമ്പളം കൊടുക്കണമെന്നും റിട്ടയർമെൻറ്റ് ആനുകൂല്യം അവർക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമര പരിപാടിയാണ് ഐക്യദാർഢ്യ പരിപാടി നടക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ പാവപ്പെട്ട തൊഴിലാളികൾ നടത്തുന്ന സമരം നടക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ഈ സർക്കാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് PSC അംഗങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് അവരോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് നമ്മൾ കണക്കാക്കണം. തീർച്ചയായിട്ടും ഈ PSC ചെയർമാന് 3,80,000 രൂപയാണ് വർദ്ധിപ്പിച്ച തുക കിട്ടുന്നത്. അതുപോലെ തന്നെ മെമ്പർമാർക്ക് 2,80,000 രൂപയാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ 5-6 PSC മെമ്പർമാരുണ്ടെങ്കിൽ 1,00,000 രൂപയാണ് അവർക്ക് ശമ്പളമുള്ളത്. അവർക്ക് മറ്റ് പെൻഷനോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇവിടെയാണ് ഇത്രയും പെൻഷൻ നടക്കുന്നത്. ഇവിടുത്തെ ആരോഗ്യമന്ത്രിമാർ ഏറ്റവും കൂടുതൽ ഓണറേയും കൊടുക്കുന്നത് കേരളത്തിലാണെന്ന് പറഞ്ഞ് തെറ്റാണ്. സിക്കിമിൽ 14 രൂപ ഉണ്ട്, പിന്നെ ആന്ധ്രയിൽ 14 രൂപ ഉണ്ട്, അതുപോലെ തന്നെ കർണാടകയിൽ 14 രൂപ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ സർക്കാർ അനുതാപമായ ഒരു നയം. പാവുമ്പ മണ്ഡലം പ്രസിഡന്റ് തുളസീധരൻ സ്വാഗതം പറഞ്ഞു. KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം A റഷീദ്, തഴവ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B അനിൽകുമാർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മായ സുരേഷ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഷീബ ബിനു, മായ ഉദയകുമാർ, പാർലമെന്ററി പാർട്ടി ലീഡർ ത്രിദീപ് കുമാർ, പഞ്ചായത്ത് അംഗം മിനി മണികണ്ഠൻ, INTUC റീജിയണൽ സെക്രട്ടറി മുഹമ്മദ് ഷാ, റാഷിദ് വാലയിൽ, മേരൂട്ട് പ്രസന്നകുമാർ, അഡ്വക്കേറ്റ് B ബാബുരാജ്, ഷാർമിള, കൈപ്പളയത്ത് ഗോപാലകൃഷ്ണൻ, ഖലീൽ പൂയപ്പള്ളി, അഡ്വക്കേറ്റ് PN സുഭാഷ് ബാബു, ഗംഗാധരൻ അമ്പിശ്ശേരി, മുകേഷ്, വത്സല തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ.